നമുക്കിന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നോർമലി നമ്മൾ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെക്കാറുണ്ട്. ഇതിൽ നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പച്ചരിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1/2 കിലോന് പച്ചരിയാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 4 to 5 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ അത് ഏകദേശം ഒരു 5 മണിക്കൂറോളമൊക്കെ ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പച്ചരി ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അത് വെള്ളമൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കേണ്ട. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ തന്നെ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പനം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിൽ ഏത് ശർക്കരയാണോ ഉള്ളത് അത് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ശർക്കര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി ശർക്കര നന്നായിട്ടൊന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടാലും മതി കേട്ടോ. പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ അതാ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായി വന്നാൽ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി വേസ്റ്റൊക്കെ ഉള്ള ശർക്കര എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് തണുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ചൂടുള്ള ആ ഒരു രീതിക്ക് വേണം കേട്ടോ ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാൻ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് പച്ചരിയിൽ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞെടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് 5 അല്ലെങ്കിൽ 6 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/3 കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളത് 1/3 കപ്പാണ്. അതുപോലെ തന്നെ 1/3 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു 2-3 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ച് ആക്കിയിട്ടാണ് ഇത് ഒന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ശർക്കര പാനിയിൽ നിന്ന് അതിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കട്ടെ. ഏകദേശം പകുതി മതി. അപ്പോൾ കുറഞ്ഞ ചൂട് വേണം കേട്ടോ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ. അല്ലാണ്ട് ചൂടാവാനും പാടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കുറഞ്ഞൊരു തരിയുള്ള പോലെ കേട്ടോ. വല്ലാണ്ട് തരി പാടില്ല. കുറഞ്ഞൊരു തരി നമ്മൾ റവനൊക്കെ പോലെ കുറഞ്ഞൊരു തരിയുള്ള പോലെ വേണം ഇത് അരച്ചെടുക്കാൻ. വല്ലാണ്ട് പേസ്റ്റാക്കി എടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് വെക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ബാക്കിയുള്ള ആ ഒരു പച്ചരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയിൽ നിന്ന് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കേണ്ട. അതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് കുറച്ച് ഞാൻ ഇതുപോലെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നങ്ങ് അടിച്ചെടുക്കുക കേട്ടോ. വല്ലാണ്ട് അടിച്ചെടുക്കരുത്. ഇതുപോലെ ഒന്നങ്ങ് അടിച്ചെടുത്താൽ ഇനി 1/3 കപ്പ് കേട്ടോ. 1/3 കപ്പാണ്. എല്ലാം നമ്മൾ 1/3 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറഞ്ഞൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നേരെ ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ മെൽറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ മാവ് ഈ ഒരു തിക്നെസ്സിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. വല്ലാണ്ട് ലൂസും അല്ല എന്നാലോ വല്ലാണ്ട് തിക്കും അല്ല കേട്ടോ. ആ രീതിക്കാണ് നമ്മളിതൊന്ന് ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്നങ്ങ് മെൽറ്റായിട്ട് വന്നാൽ നമുക്കതിലേക്ക് ഒരു 1/3 കപ്പ് തന്നെ ഞാൻ തേങ്ങാക്കൊത്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ.
ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ഈ ഒരു കളറായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണിൻ്റെ അടുത്തിട്ട് ഞാനിതാ ഒരു എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ടാണ് എള്ളിട്ട് കൊടുക്കുന്നത്. ഒന്നോ 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നേരെ നമ്മുടെ അവിടെ മാവിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാൻ എന്താ സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ നാടൻ പലഹാരമല്ലേ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു തവി മാവായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. വല്ലാണ്ട് തീ കൂട്ടിയിടരുത്. അങ്ങനെ ആകുമ്പോൾ വേവായിട്ട് കിട്ടൂല. അതിങ്ങനെ ചുളിഞ്ഞിട്ടൊക്കെ വരുന്ന പോലൊക്കെ ആയി വരും, പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാവ് ഇതുപോലെ അങ്ങ് ഒഴിച്ച് അങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തന്നെ കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് അതിൽ നിന്നിങ്ങനെ പൊങ്ങിയിട്ടതാണ് വരുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകൾക്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് തൂവിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങനെ തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ആ ഭാഗം ഒന്ന് വേവായിട്ട് വരട്ടെ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും ചുളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി 2 സൈഡും തിരിച്ചും മറിച്ച് ഇതുപോലെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങ് കോരിയിട്ട് എടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലേ. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതൊക്കെ നല്ല പോലെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.